എന്തിനാ AC നോക്കി വേർക്കുന്നത്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട AC ബ്രാൻഡുകളുടെ ഒരു വൈഡ് റേഞ്ച് തന്നെ ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. സോ ഷിജന, നമ്മുടെ ക്യാപ്റ്റൻസിന് ആദ്യ മത്സരത്തിന്റെ ക്യാപ്റ്റൻസിനെ വിളിക്കാനുള്ള സമയമായിരിക്കണം അല്ലേ? സോ അതായത് പൂൾ എയിലുള്ള, അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞു പൂൾ എയും പൂൾ ബിയും ഉണ്ട്. 6 ടീമുകളാണ് മൊത്തത്തിലുള്ളത്. ഓരോ പൂളിലും 3 ടീം വീതമാണുള്ളത്. ആദ്യ പൂളായിട്ടുള്ള പൂൾ എയിലുള്ള 2 ടീമുകൾ തമ്മിലാണ് ഈ ഒരു മത്സരം, ആദ്യ മത്സരം നടക്കാൻ പോകുന്നത്. And it's between Task Masters and Nomination Ninjas. സോ ആയിട്ട് കൊടുത്ത് നമുക്ക് Nomination Ninjas. അല്ല, ഇവര് CCF PL 2025 ആ ചൂടല്ലേ മാറിയിട്ടില്ല. അപ്പൊ തന്നെയാണ് ഈ ഒരു ടൂർണമെന്റ് വരുന്നത്. സോ രണ്ടുപേരും മുഖാമുഖം എത്തിയിരിക്കുകയാണ്. ടോസിലേക്ക് നമ്മൾ കടക്കുകയാണ്. അപ്പൊ എന്താ പറയാനുള്ള 2 വാക്ക് പറയാം പ്ലീസ്. ഇല്ല, ഒന്നുമില്ല, നന്നായിട്ട് മത്സരം നടക്കട്ടെ. എല്ലാവരും ഇപ്പം ഈ പറഞ്ഞതുപോലെ തന്നെ കളി തുടങ്ങാൻ വേണ്ടി ഇങ്ങനെ ആവേശത്തിൽ മൂത്ത് നിൽക്കുകയാണ്. അപ്പം നമ്മൾ സംസാരിച്ച സമയം കളയണ്ട, എത്രയും പെട്ടെന്ന് കളി തുടങ്ങാം നമുക്ക്. ഓക്കെ ഋതു, പ്ലീസ് ഫ്യൂ വേർഡ്സ് ഫ്രം യു. ഇത് നല്ല മൈക്ക് തോന്നുന്നു. താങ്ക് യു സോ മച്ച്. അപ്പം ഞങ്ങളുടെ ടീം ഭയങ്കരമായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. ടാസ്ക് മാസ്റ്റേഴ്സ് ആണ്, ബിഗ് ബോസിലെ പോലെ തന്നെ. യെസ് ദിയ. അപ്പം ഒരു നല്ലൊരു ഹെൽത്തി കോമ്പറ്റീഷൻ ആവട്ടെ, ആർക്കും ഇഞ്ചുറീസ് പറ്റാതിരിക്കട്ടെ, എല്ലാവർക്കും നല്ല എനർജിയോടെ കളിക്കാൻ പറ്റട്ടെ. ആൻഡ് സാജു ചേട്ടനുമായിട്ട് അവിടെ ഞങ്ങൾ കോർത്തതാണ്. അപ്പോൾ ഇവിടെയും കോർക്കാൻ വേണ്ടി പറ്റിയതിൽ വളരെയധികം സന്തോഷം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ടൂർണമെന്റ്. താങ്ക് യു സോ മച്ച് ഗൈസ്. ഹാവ് എ ഗ്രേറ്റ് ഈവനിങ്. താങ്ക് യു മീഡിയ ഫോർ ദ സപ്പോർട്ട്. താങ്ക് യു. താങ്ക് യു ഋതു ആൻഡ് ഓൾ ദി ബെസ്റ്റ്. അല്ല, നിങ്ങൾ അവിടെ ബിഗ് ബോസിൽ വെച്ച് കുറേ തല്ലുപിടിച്ചവരൊക്കെ ഉണ്ടാവും. ഇന്ന് എറിഞ്ഞ് കാലൊടിക്കാമെന്ന് ആരും വിചാരിക്കരുത്. സൗഹൃദപരമായ ഒരു കളിയായിരിക്കണം ഇവിടെ. നല്ലൊരു ഗെയിം സംഭവിക്കട്ടെ. ഓൾ ദ ബെസ്റ്റ്. നമുക്ക് ടാസ്ക് മാസ്റ്ററിലെ ബാക്കിയുള്ള ടീം മെമ്പേഴ്സിനെ കൂടെ വിളിക്കേണ്ടതുണ്ട്. എല്ലാവരും വന്നാൽ മാത്രമേ നമുക്ക് അതൊരു ഓൾ ആവത്തുള്ളൂ അല്ലേ? അതെ, തീർച്ചയായിട്ടും. ഓരോരുത്തരും വിളിക്കുമ്പോൾ നല്ല ഗൈഡ് കൊടുക്കണം കേട്ടോ. പ്രോത്സാഹനം ഈ ഒരു സ്റ്റേജിൽ തന്നെ വേണം. ഇനിയും തീപാർന്ന മത്സരങ്ങൾ കാത്തിരിപ്പുണ്ട്. സുശീല വിളിച്ചാൽ നമുക്ക്. Cause I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave. 6 feet deep under, but my body won't decay. Cause my messages are timeless, so they'll put them on display. Oh yeah, I rap with a certainty, I have a sense of urgency. A message for eternity, for everyone internally. I had some people burning me, but now they fucking learn to see I ain't the one to fuck with. Now they looking nervously, and I don't really care what you think of me respectfully. You can kick rocks if you think you're fucking better, see. I will outwork you, turn you to an enemy. Hurt you so bad that you're gonna need some therapy. I got the motherfucking recipe. I've been cooking up hits, I'ma leave a legacy. You'll be looking small when you're standing right next to me. I'm 5'10", bitch, but I'm 10 feet next to me. ഒരുപാട് ഡിസ്കസ് ചെയ്തിട്ടുള്ള ആ ഒരു ഡിസിഷൻ കറക്റ്റ് ആയിരിക്കുകയാണ്. ഋതു പ്ലീസ്. ഓക്കെ, എനിക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ രോഹിത് ശർമ്മ ഒരിക്കൽ ടോസ് വിൻ ചെയ്തിട്ട് മറന്നുപോയിരുന്നു. കുറേ നേരം ആലോചിച്ചിട്ടാണ് ആ ഡിസിഷൻ പറഞ്ഞത്. അപ്പം നമുക്ക് സജന വന്നോളൂ. ഓക്കെ, ഋതുമന്ത്ര. അതായത് ഋതു ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് അല്ലേ? അത് ആ ഇനം ഇന്ന് വരെ എനിക്ക് പഠിക്കാൻ പറ്റിയിട്ടില്ല. ഒന്നുകൂടി പറഞ്ഞോളൂ. ക്രൗമഗയാണത്. ക്രൗമഗയിൽ ബ്രോൺസ് മെഡൽ ഫോർ ഇന്ത്യ വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ. ഇറ്റ്സ് ഹെൽഡ് ഇൻ റഷ്യ. കൈയടിക്കടാ. അതെ, കൈയടിക്കറിയാമന്ത്രിക്ക്. ഓക്കെ, സോ ഇതുവരെ എനിക്ക് പഠിക്കാൻ പറ്റില്ല. കുറെ വേദികളിലായിട്ട് ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഡിഫൻസ് ഒക്കെ ഉള്ളതാണ്. അപ്പൊ ഇച്ചിരി ഒന്ന് സൂക്ഷിക്കണം കേട്ടോ സാജേട്ടാ, ഒന്ന് സൂക്ഷിക്കണം മുപ്പതിനെ. ഓക്കെ, സോ എന്താണ് ഹെഡ്സ് ആണ് വിൻ ചെയ്തു ടോസ് വിൻ ചെയ്തു. അപ്പൊ എന്താണ് എലക്ട് ചെയ്യാൻ പോകുന്നത്? ബോളിംഗ് ആണ് ഞങ്ങൾ എലക്ട് ചെയ്യുന്നത്. ആൻഡ് വി ആർ ഓൾ സെറ്റ് ടു വിൻ ദ ഗെയിം. ആദ്യം ഞങ്ങളെ വിളിച്ചത്, അപ്പൊ ആദ്യം ആവട്ടെ. ഓക്കെ, സോ ബോളിംഗ് എടുത്തിരിക്കുകയാണ്. സോ എന്താണ് സ്ട്രാറ്റജി? ഇങ്ങോട്ട് ഒരു മിനിറ്റ്. സ്ട്രാറ്റജി ഒക്കെ എന്താണ് ഒന്ന് പറയാമോ? അങ്ങനെ സ്ട്രാറ്റജി ഞങ്ങൾ അങ്ങനെ പുറത്ത് പറയുന്നില്ല, കളിക്കുമ്പോൾ കണ്ടാൽ മതി. കാരണം ബിഗ് ബോസിൽ ഇവർ കുറേ സ്ട്രാറ്റജി ഒക്കെ ഇറക്കിയിട്ട് ഇതൊക്കെ വൻ അടിയായതാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു സ്ട്രാറ്റജി വിൻ ചെയ്യുക, നന്നായിട്ട് കളിക്കുക എന്നുള്ളത് മാത്രമാണ് ഞങ്ങളുടെ സ്ട്രാറ്റജി. ഓക്കെ, ഞാൻ വിചാരിച്ചു IPL-ഉം മറ്റു മത്സരങ്ങൾ കണ്ടിട്ട് ഓൾ ഫേവറബിൾ കണ്ടീഷൻസ് യുവർ പിച്ച് എന്നൊക്കെ പറയുന്നത് വിചാരിച്ചു. എന്തായാലും ഓൾ ദ ബെസ്റ്റ് ഋതുമന്ത്ര. സോ സാജേട്ടാ, ഇത് അങ്ങനെ അവിടെ കുറെ പറഞ്ഞിട്ട് കണ്ടല്ലോ, എന്തിനാ വെറുതെ CCF-ൽ ഒന്നും തള്ളുന്നില്ല, എല്ലാ ആസിറ്റീസ് പോട്ടെ. ഓക്കെ, ബാറ്റിംഗ് ലഭിച്ചിരിക്കുകയാണ് സാജേട്ടാ. സമയം കളയാതെ നമുക്ക് മാച്ചിലേക്ക് കടന്നാലോ? സ്പിരിറ്റ് തന്നെ നമുക്ക് തുടങ്ങാം. റെഡി അല്ലേ 2 ടീമും? ഓക്കെ, അപ്പോൾ ലെറ്റ്സ് സ്റ്റാർട്ട്. ഓക്കെ, വിഷ്ണു ഭായ്, താങ്ക് യു സോ മച്ച്. വിഷ്ണു ഭായ് നല്ലൊരു കാര്യം കൊടുക്കാം. വിഷ്ണു ഉണ്ണികൃഷ്ണന് താങ്ക് യു സോ മച്ച്.
ഇവിടെ വന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്തതിന്. സോ മത്സരത്തിലേക്ക് നമ്മൾ വരികയാണ്. So all the best both the sides. And ശ്രുതു മന്ത്രയുടെ ടീം ബോൾ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു. സാജു ചേട്ടന്റെ ടീം ബാറ്റിംഗ് ചെയ്യുകയാണ്. സോ മത്സരത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ് അല്ലേ? യെസ്, താങ്ക് യു. Stay tuned. Thank you. And we have the brilliant batters, Ranisha as well as Sijo in the middle, representing Ninjas. Nomination Ninjas. All the best, guys. And that's a white signal from the umpire, Amjad. So വാശിയേറിയ മത്സരം ഇവിടെ ആരംഭിക്കുകയാണ്. ആദ്യ white. It's a white signal from the umpire. Here we go with the next delivery. Oh, that was very close. And that's a good attempt from the batter as well. Ranishയുടെ ഒരു ക്രോസ് ബാറ്റ് അറ്റംപ്റ്റ് ആയിരുന്നു അവിടെ. നിർവീര്യമാക്കിയിരിക്കുന്നു കിങ് ഖാൻ, ഫിറോസ് ഖാൻ. And there is a connection there and well fielded. Good fielding effort. Once again, a dot ball. That's a good effort there in the previous delivery by Naveen. Naveen Arakil guarding the deep mid-wicket region. And a good connection straight down. There is a fumble and good throw as well. Running hard, and that's first runs on board with the bat. That was stupendous, and it was guarded by Anoop Krishnan. Don't forget, CCL ന്റെ രോമാഞ്ചമാണ് അദ്ദേഹം. കഴിഞ്ഞ വർഷം CCL-ൽ കേരളത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് തന്നെ ഒരുപാട് നല്ല നേട്ടങ്ങൾ നേടിയൊരു താരം കൂടിയാണ് അനൂപ് കൃഷ്ണ. Here comes Firoz Khan to Sijo. Seems he's a very good player. Good attempt and well fielded there by Vishnu. Runs to Steele. Run out to Sadhita, and the finger goes up. The first wicket has fallen down, and unfortunately for their team, she has to walk back. And that's a very, very effective throw there. Ranisha, the star batter, returns after a brilliant show. It was a good attempt as well, but a risky run ആയിരുന്നു എന്ന് പറയാതെ വയ്യ. വളരെ നല്ലൊരു ഫീൽഡിംഗ് കൂടി അവിടെ കാഴ്ചവെച്ചിരിക്കുന്നു. നവീന്റെ വളരെ സമയോചിതമായ ഇടപെടലിലൂടെ ഒരു വിക്കറ്റ് നേടിയെടുത്തിരിക്കുന്നു നോമിനേഷൻ നിഞ്ചാസിനെതിരെ. സോ സിജോ ആണ് ബാറ്റ് ചെയ്തത്. ബോൾ ചെയ്യാനെത്തുന്നു the brilliant Dia. What's going to happen here? Dia Sana. Oh, that's a dead ball if I'm not wrong. Okay. So the single നേടിയെടുത്തിരിക്കുന്നു. Saju Navodaya captain in action. Oh, and that's a no ball. So Andra മാത്രമേ എറിയാൻ പാടുള്ളൂ എന്നുള്ളൊരു നിയമമുണ്ട്.
ലുക്ക് അറ്റ് ദാറ്റ് എഫേർട്ട്. സിജോ കൃത്യമായി തന്നെ കളത്തിലേക്ക് ഓടിയെത്തുകയാണ്. ഇവിടെ നല്ലൊരു റൺ സ്റ്റീൽ ചെയ്തിരിക്കുന്നു. സാജു നവോദയ, ഞാൻ ഓർക്കുന്നത് CCF സെലിബ്രിറ്റി ക്രിക്കറ്റേഴ്സ് ഫ്രട്ടേണിറ്റിയിൽ മാ ഫൈറ്റേഴ്സ് എന്ന മിമിക്രി ആർട്ടിസ്റ്റ് അസോസിയേഷന്റെ ടീമിന്റെ പടനായകനാണ് ശ്രീ സാജു നവോദയ. ദിയാസനയുടെ മറ്റൊരു മികച്ച ഡെലിവറി. മനോഹരമായി തന്നെ അവിടെ മുന്നോട്ട് വന്നുകൊണ്ട് ഡീപ് മിഡ് വിക്കറ്റ് റേഞ്ചിൽ ഒരു ബൗണ്ടറി നേടിയെടുത്തിരിക്കുകയാണ്. വളരെ നല്ലൊരു ഷോട്ട്. സിജോ നല്ലൊരു ബാറ്ററാണ് എന്ന് ഓരോ പന്ത് ഫേസ് ചെയ്യുമ്പോഴും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. വിക്കറ്റ് എടുക്കുമെന്ന ദൃഢനിശ്ചയത്തിൽ ദിയാസന, the brilliant Diyasana in action. Oh, and the finger goes. There is a quick discussion between the umpires. ദിയാസനയുടെ വളരെ മൂർച്ചയേറിയ ഒരു പന്തിൽ സിക്സർ പറന്നിരിക്കുകയാണ് ഇവിടെ സിജോ. നമുക്കറിയാം സിക്സർ ആണ് വിധിക്കപ്പെടുന്നതെങ്കിൽ അതൊരു ഔട്ടായി മാറുമെന്നുള്ളത്. സോ ലെതർ ബോൾ ക്രിക്കറ്റിൽ മറ്റേ നല്ലൊരു പ്ലെയർ ആണ് എന്ന് ആ ഒരു ഷോട്ടിലൂടെ തെളിയിക്കുകയാണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഈ ഒരു ഗ്രൗണ്ടിൽ അത് ഔട്ടായി മാറുകയാണ്. ദിയുടെ ആദ്യ വിക്കറ്റ് ആയിരുന്നു നമ്മൾ കണ്ടത്. സോ 1.4 overs 9 for 2 എന്ന നിലയിലാണ് നിലവിൽ ബാറ്റിംഗ് സൈഡ്. നോമിനേഷൻ നിഞ്ചാസ്. വളരെ മികച്ച പന്തുകൾ എറിയുകയാണ് ഇവിടെ ദിയാസന. നമുക്കറിയാം ടാസ്ക് മാസ്റ്റേഴ്സിന്റെ ബുംറ എന്നറിയപ്പെടുന്ന ദിയാസന. ഗോപിക in action. മനോഹരമായി ഇവിടെ ഫീൽ ചെയ്തിരിക്കുന്നത് ഫറാസ് ഖാൻ. ഒരു നല്ല കണക്ഷൻ അവിടെ നേടിയെടുക്കാൻ ശ്രമിക്കുകയാണ് ഗോപി. മറ്റൊരു കൃത്യതയാർന്ന പന്ത് കൂടി എറിയുന്നു ദിയാസന. മികച്ചൊരു പന്ത് കൂടി കടന്നു പോകുന്നു. So that's the end of the over. 2 overs gone. 9 for 2. Nomination Ninjas. വളരെ പടുകൂട്ടനായിട്ടുള്ള സ്കോർ ലക്ഷ്യം വെച്ചുകൊണ്ട് ബാറ്റ് എന്തൊക്കെയാണ് ഇവിടെ സാജു നവോദയ. CCFലെ ഒരുപാട് താരങ്ങൾ എനിക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അനൂപ് കൃഷ്ണൻ ആയിക്കോട്ടെ, സാജു നവോദയ ആയിക്കോട്ടെ, മികവാർന്ന പ്ലേയേഴ്സ് മാറ്റുരയ്ക്കുന്നു. ബോൾ ചിഹ്നത്തുന്നു നവീൻ അരക്കൽ. മികച്ച മറ്റൊരു പന്തെറിഞ്ഞിരിക്കുന്നു. ആദ്യ പ്രഹരമേൽപ്പിക്കാനുള്ള ശ്രമം തുടങ്ങുകയാണ് ഇവിടെ നവീൻ അറക്കൽ. വളരെ കൃത്യതയാർന്ന ഒരു പന്ത് കൂടി എറിഞ്ഞിരിക്കുന്നു ഇവിടെ നവീൻ അറക്കൽ. ക്യാപ്റ്റൻ ഋതുമന്ത്രിയുടെ തന്ത്രങ്ങൾ ഇവിടെ ഫലിക്കുന്നു എന്നാണ് കാണാൻ സാധിക്കുന്നത്. ലെഗ് സൈഡിലേക്ക് ഒരു ഷോട്ട് കൊടുത്തിരിക്കാൻ ശ്രമം ഫൈൻ ലെഗ് റീച്ച് ലക്ഷ്യമാക്കിയായിരിക്കാം. പക്ഷേ കണക്ഷൻ നേടിയെടുക്കാൻ സാധിക്കുന്നില്ല. തന്ത്രപരമായ പന്തുകൾ എറിയുകയാണ് ഇവിടെ നവീൻ അറക്കൽ. മറ്റൊരു ഷോട്ടിലുള്ള ശ്രമം ഇവിടെ യെസ് നോ സിറ്റുവേഷനിൽ ലോക്ക്ഡ് ആവുകയായിരുന്നു സാജു നവോദയ. വളരെ കൃത്യമായ പന്തുകൾ എറിയുകയാണ് ഇവിടെ നവീൻ അറക്കൽ. 2 മാസത്തോളം പ്രാക്ടീസ് കഴിഞ്ഞിറങ്ങിയ നവീൻ അറക്കൽ കൃത്യത പാലിക്കുന്നു. പുറത്തേക്ക് ഇറങ്ങി വന്നുകൊണ്ട് തന്നെ ഒരു ഷോട്ട് തീർക്കാനുള്ള ശ്രമം സാജു നവോദയ. ലെതർ ബോൾ ക്രിക്കറ്റിൽ വളരെ മനോഹരമായി കളിക്കുന്ന സാജു നവോദയ ഇവിടെ ഒരൽപ്പം കോഷ്യസ് ആയി കാണാം. Full toss delivery straight on and that's a first boundary. ഈ ഒരു ടൂർണമെന്റിലെ ആദ്യ ബൗണ്ടറി, ഇൻഫാക്ട് രണ്ടാമത്തെ ബൗണ്ടറി നേടിയെടുത്തിരിക്കുന്നു സാജു നവോദയ.
3 ഓവറുകൾ പിന്നിടുന്നു. 13 റൺസിന് 2 എന്ന നിലയിലാണ് നോമിനേഷൻ നിഞ്ചാസ്. സ്വാദ്യ പാദത്തിൽ 2 വിക്കറ്റുകൾ നഷ്ടമായെങ്കിലും ഇവിടെ ഗോപികയും സാജു നവോദയും കൂട്ടുകെട്ട് ഉയർത്തുകയാണ്. Here comes അനൂപ് കൃഷ്ണൻ. ഒരു റൺ ഔട്ടിനുള്ള സാധ്യത. Oh my God! And the finger goes up. ഗോപി ഇവിടെ ഔട്ടായിരിക്കുന്നു. വളരെ കൃത്യതയാർന്ന ഫീൽഡിംഗ് പ്രകടനം ഇവിടെ നമുക്ക് കാണാൻ സാധിച്ചു. വളരെ നല്ലൊരു മുന്നേറ്റം ഇവിടെ വിഷ്ണു ജോഷിയിൽ നിന്നും, ഒപ്പം തന്നെ അനൂപ് കൃഷ്ണൻ. CCL മിന്നും പ്രകടനം നമ്മൾ ആരും മറന്നിട്ടില്ല. കഴിഞ്ഞ വർഷം കേരള സ്ട്രൈക്കേഴ്സിനെ വളരെ ഒരു പ്രോമിസിംഗ് പ്ലെയറായി, എമർജിംഗ് പ്ലെയറായി വന്ന അനൂപ് കൃഷ്ണൻ വളരെ വ്യത്യസ്തമായ ഒരു ഫോർമാറ്റിൽ ഇവിടെ കളിക്കുന്നു. എന്നാൽ ഫുൾ ടോസ് ഡെലിവറി, ഒരു ട്രാപ്പ് അറേഞ്ച് ചെയ്തിരുന്നു അനൂപ് അവിടെ. പക്ഷേ സാജു നവോദയ കൃത്യമായി അത് കണക്ട് ചെയ്യുന്നു. വളരെ മികച്ച ഫീൽഡിംഗ് കൂടി അവിടെ. ലോങ് ഓൺ റീജിയനിൽ ഉയർത്തിരിക്കുന്ന ഒരു ക്യാച്ചിനുള്ള സാധ്യത അനൂപ് കൃഷ്ണന്റെ കരങ്ങളിൽ. സാജു നവോദയ കൊടുക്കുകയാണ്. ഋതുമന്ത്രിയുടെ ഹാപ്പിനെസ് നോക്കുക. തന്റെ ടീം വിക്കറ്റുകൾ നേടുകയാണ് ഇവിടെ. തുടരെ 3.3 ഓവറുകൾ പിന്നിടുമ്പോൾ 13 റൺസ് നേടിയെടുത്ത് 4 വിക്കറ്റുകളാണ് നഷ്ടമായിരിക്കുന്നത്. സോ എന്തും സംഭവിക്കാമെന്ന ഒരു നിമിഷത്തിലൂടെ കടന്നു പോവുകയാണ് ഈ മത്സരം. അതിഥി റാവിഷിംഗ് അതിഥിയാണ് ബാറ്റ് ചെയ്യാൻ എത്തുന്നത് അനൂപ് കൃഷ്ണൻ. കേരള സ്ട്രൈക്കേഴ്സിന്റെ സെലക്ടേഴ്സ് ഈ മത്സരം കാണുന്നുണ്ട് എന്നത് ഉറപ്പാണ്. സോ മറ്റൊരു കൃത്യതയാർന്ന പന്ത് കൂടി എറിഞ്ഞിരിക്കുന്നു അനൂപ് കൃഷ്ണൻ. CCFL ഓൺലൈൻ റൈഡേഴ്സിന്റെ കുന്തപ്പുരാണ് അനൂപ് കൃഷ്ണൻ. മറ്റൊരു പന്ത് കൂടി, ഒരു ഡോട്ട് ബോൾ കൂടി എറിഞ്ഞിരിക്കുന്നു. ഓർമ്മിപ്പിക്കട്ടെ, ലെതർ ബോൾ ക്രിക്കറ്റിൽ സ്വിംഗ് മാസ്റ്റർ എന്നറിയപ്പെടുന്ന അനൂപ് കൃഷ്ണന്റെ പന്തുകളാണ് ഇവിടെ. വ്യത്യസ്തമായ ഒരു ഫോർമാറ്റിൽ ഫുൾ ടോസ് ഡെലിവറി. ഓ മൈ ഗോഡ്, അത് കൃത്യമായി കൈപ്പിടിക്കൽ ഒതുക്കുന്നു. ഒരു റൺ ഔട്ടുള്ള സാധ്യത. എന്നാൽ കൃത്യസമയത്ത് അതിഥി കളത്തിലേക്ക് ഓടിയെത്തിയിരിക്കുന്നു. റൺ ഔട്ട് ഒഴിവാക്കിയതിന്റെ എല്ലാ ആഹ്ലാദ പ്രകടനവും അവിടെ കാഴ്ചവെക്കുകയാണ് അതിഥി. അല്പം കോഷ്യസ് ആയി ബാറ്റ് ചെയ്യാൻ തീർച്ചയായിട്ടും ബാറ്റിംഗ് ടീമിനെ അതിലേക്ക് നയിക്കുന്ന ഒരു കാരണം കൂടിയാകാം. തസ്നി ഖാൻ വളരെ കൃത്യതയാർന്ന ഒരു മിഡിൽ ചെയ്തിരിക്കുന്നു. ഒരു റൺസിനുള്ള ശ്രമം എന്നാൽ വിഫലമാകുന്നു. തസ്നി ഖാൻ, ഞാൻ പറഞ്ഞു 2 ടീമിലും കിങ് ആൻഡ് ക്വീൻ ഉണ്ട്, ഖാൻമാരുണ്ട്. ഫിറോസ് ഖാൻ ആൻഡ് തസ്നി ഖാൻ. ഇവിടെ ബോൾ ചെയ്യുന്നു വിഷ്ണു ജോഷി, ഹാൻസം വിഷ്ണു ജോഷി. അവിടെ ഓടിച്ചിട്ട് പിടിച്ചിരിക്കുന്നു ദിയാസന. ഒരു റൺസിനുള്ള ശ്രമം ഉണ്ടായിരുന്നു, എന്നാൽ വളരെ കൃത്യമായി തന്നെ കൈപ്പിടിക്കുള്ളിൽ ഒതുക്കുന്നു. വളരെ കോഷ്യസ് ആയിട്ടുള്ള ഫീൽഡർ കൂടിയാണ് അനൂപ് കൃഷ്ണൻ. കൃത്യമായി സ്റ്റമ്പിൽ തന്നെ എറിഞ്ഞു കൊടുത്തിരിക്കുന്നു വിഷ്ണു ജോഷി. മറ്റൊരു വിക്കറ്റ് കൂടി നേടിയെടുത്തിരിക്കുകയാണ്. നോക്കുക, ഇവിടെ നോമിനേഷൻ നിഞ്ചാസ് അവരുടെ 5ാമത്തെ വിക്കറ്റും വീണിരിക്കുന്നു. അൺഫോർച്ചുനേറ്റ് എന്ന് പറയട്ടെ, നോമിനേഷൻ നിഞ്ചാസ് ഓൾ ഔട്ട് ആയിരിക്കുകയാണ്. 14 റൺസാണ് ഇനി ഓപ്പോസിഷൻ ടീമായ ടാസ്ക് മാസ്റ്റേഴ്സിന് ആവശ്യമായിട്ടുള്ളത്. അനിവാര്യത ഇവിടെ ഋതുമന്ത്രയുടെ മന്ത്രം, അതായത് തന്ത്രമന്ത്രാദികൾ ഫലിക്കുന്നു എന്ന് പറയാതെ വയ്യ. ഋതുമന്ത്ര, ക്യാപ്റ്റൻ ഓഫ് ടാസ്ക് മാസ്റ്റേഴ്സ്, ഒരുപാട് ഹാപ്പിയാണ്. അപ്പം തന്നെ ടീംമേറ്റ്സും വളരെ നല്ല രീതിയിൽ തന്നെ പന്തറിഞ്ഞു. നോക്കേണ്ടത് നോമിനേഷൻ നിഞ്ചാസിനും വളരെ കരുത്തുറ്റ ബോളിംഗ് ലൈനപ്പ് ഉണ്ട് എന്നത് മറക്കണ്ട. അതുകൊണ്ട് തന്നെ ക്യാപ്റ്റൻ സാജു നവോദയ ക്രിക്കറ്റിൽ അനുഭവ സമ്പത്തിന്റെ കാര്യത്തിൽ ഒരുപാട് മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു താരം കൂടിയാണ്. ഈ ഒരു മത്സരം ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. 14
14 റൺസാണ് അനിവാര്യത. അനൂപ് കൃഷ്ണൻ എത്തിയിരിക്കുന്നു ബാറ്റുമായി. രഞ്ജിത് ഗോവിന്ദനും അതുപോലെ തന്നെ നോക്കുക CCLന്റെ അമ്മ കേരള സ്ട്രൈക്കേഴ്സിന്റെ സെലക്ടേഴ്സും ഒക്കെ തന്നെ ഈ മത്സരം സസൂക്ഷ്മം വീക്ഷിക്കുന്നുണ്ട് എന്നുള്ള ആ ഒരു വസ്തുത മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ബാറ്റ് എന്ത് നിൽക്കുന്നു അനൂപ് കൃഷ്ണൻ. ഹിയർ വി ഗോ വിത്ത് ദ ഫസ്റ്റ് ഡെലിവറി. ദ ക്യാപ്റ്റൻ സാജു നവോദയ ഇൻ ആക്ഷൻ. Dot ball. Oh, that's runs ലഭിക്കുന്നില്ല. വളരെ കൃത്യമായിരുന്ന ഒരു ഷോട്ട് ലോങ് ഓൺ റീജിയൻ കേന്ദ്രീകരിച്ചുകൊണ്ട് വളരെ കരുത്തുറ്റുള്ള ഷോട്ട് എടുത്തിരിക്കുന്നു, അടിച്ചിരിക്കുന്നു അനൂപ് കൃഷ്ണ. ദിയ വളരെ നല്ലൊരു സപ്പോർട്ട് നൽകുകയാണ് അവിടെ നോൺ സ്ട്രൈക്കർ എൻഡിൽ നിന്നുകൊണ്ട്. 4 റൺസുകൾ നേടിയെടുത്തിരിക്കുന്നു അനൂപ് കൃഷ്ണ. ഒരു ക്ലാസിക് ഡിഫൻസിനുള്ള ശ്രമം അവിടെ ഒരു ഡോട്ട് ബോളായി മാറുന്നു. ഫുൾ ടച്ച് ഡെലിവറി. ഇവിടെ വളരെ കൃത്യമായ ഒരു പ്ലേസ്മെന്റ് കൂടി ഡീപ് എക്സ്ട്രാ കവർ റീജിയനിൽ മറ്റൊരു ബൗണ്ടറി കൂടി എടുത്തിരിക്കുകയാണ്. എട്ട് റൺസുകൾ എടുത്തിരിക്കുന്നു. ഒരു സിംഗിൾ ശ്രമം. തസ്നി ഖാൻ തന്റെ അടുത്തോട്ട് പന്ത് വന്നതറിയാതെ, എന്നാൽ ഇവിടെ നല്ലൊരു ഫീൽഡിംഗ് കാഴ്ചവെക്കുന്നു. അവിടെ ദിയാസന ഒരു നിമിഷം ഫുട്ബോൾ പോസ്റ്റിലേക്ക് ഇടിച്ചു കയറുന്നു. പക്ഷേ ആ ഒരു ഡെഡിക്കേഷൻ നോക്കുക. കൈൻഡ് അറ്റൻഷൻ. അടുത്ത മത്സരം ബി പൂളിലുള്ള ആദ്യ മത്സരം നടക്കാൻ പോവുകയാണ്. കൺഫെഷൻ കമാൻഡോസ് വേഴ്സസ് വൈൽഡ് കാർഡ് വാരിയേഴ്സ്. രണ്ട് ടീമിനെ ക്യാപ്റ്റൻസ് ടോസിനായി എത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ടീം റെഡിയായി നിൽക്കുക. ഗിയർ അപ്പ് ഗൈസ്. സിജുവിന്റെ ഒരു പന്ത് വളരെ കൃത്യമായ ഒരു പന്ത് എറിഞ്ഞിരിക്കുന്നു. എന്നാൽ നോക്കാം, ലെഗിൽ കൊണ്ടിരിക്കുന്നു. എന്തായാലും കാല് വെച്ച് തടയാനുള്ള ശ്രമം സാജു നവോദയയുടെ ആ ഒരു ശ്രമവും വിഫലമാവുകയാണ്. 13 റൺസ്, അതായത് സ്കോർസ് 11. ഒരു റൺസ് കൂടി മതി ഇവിടെ ടീം ടാസ്ക് മാസ്റ്റേഴ്സിന് ഈ മത്സരം വിജയിക്കാൻ. എന്തിനാ AC നോക്കി വേർക്കുന്നത്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട AC ബ്രാൻഡുകളുടെ ഒരു വൈഡ് റേഞ്ച് തന്നെ ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.